അങ്ങനെ ചരിത്രപരമായ നിമിഷത്തിലേക്ക് വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ടു ഒരു വലിയ യാത്രയുടെ തുടക്കം. ആ യാത്രയുടെ ഏറ്റവും നിർണായകമായ അടുത്ത ഘട്ടമാണത്. ആ ഡ്രാഗൺ ക്യാപ്സ്യൂൾ അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ചേരാനുള്ള സമയമാണ്. നിലവിൽ റീഷെഡ്യൂൾ ചെയ്ത പ്രകാരം ഇന്ത്യൻ സമയം 4 മണി, ഇപ്പോൾ സമയം 3:54. നേരത്തെ അത് 4:30 എന്നതായിരുന്നു. പിന്നീട് അത് റീഷെഡ്യൂൾ ചെയ്ത് 3:48 പിന്നീട് വീണ്ടും ഇതിൻ്റെ സാങ്കേതികമായി കാര്യങ്ങൾ ചെയ്തു വരുന്നതിനിടയിൽ 4 മണി എന്നതാണ് ഇപ്പോൾ ഈ ഡോക്കിങ്ങിന് പറഞ്ഞിരിക്കുന്ന സമയം. ഇത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ ക്യാപ്സ്യൂളാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി ഡോക്കിങ്ങിലൂടെ കൂടിച്ചേരുന്നത്. തുടർന്ന് ശുഭാൻശു ശുക്ല അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരും ഇതിൻ്റെ ISSന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. തുടർന്ന് 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ശസ്ത്ര പരീക്ഷണങ്ങൾക്കുള്ള സമയമാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട എത്രയോ മണിക്കൂറുകൾ നീണ്ട വലിയ യാത്ര ഭൂമിയെ വലം വച്ച് പസഫിക് ഓഷ്യൻ്റെ മുകളിലായിരുന്നു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ആ സമയത്താണ് ഏകദേശം 423 കിലോമീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ ഈ പേടകവും ഒപ്പം തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിൽക്കുന്നത്. 26,480 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ നടപടികൾ, ഈ ഡോക്കിംഗ് പ്രൊസീജിയർ ആരംഭിച്ചിട്ട് 3 മണിക്കൂർ 51 മിനിറ്റ് പിന്നിടുകയാണ്. അടുത്ത കുറച്ച് മിനിറ്റുകൾ, ഇപ്പോൾ സമയം 3:55 ആയിരിക്കുന്നു. 4 മണിക്ക് 5 മിനിറ്റ് കൂടി കഷ്ടിയാണുള്ളത് ഈ ഡോക്കിംഗ് പ്രക്രിയ അത് പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്താൻ. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി ഈ ക്യാപ്സ്യൂൾ ഘടിപ്പിക്കുന്നതോടുകൂടി ഈ യാത്രയുടെ ഏറ്റവും, അല്ലെങ്കിൽ ഭൂമിയെ വലം വെച്ച് ഇത്രയും കിലോമീറ്ററുകൾ ഇത്രയേറെ വേഗത്തിൽ സഞ്ചരിച്ച ആ യാത്രയുടെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം പൂർത്തിയാവുകയാണ്. തുടർന്ന് സ്വാഭാവികമായിട്ടും 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ പരീക്ഷണങ്ങൾക്കുള്ള സമയമാണ്. ശുഭാൻശു ശുക്ല അടക്കമുള്ളവർ അതിൻ്റെ ജോലികളിലേക്ക് കടക്കുകയും ചെയ്യും. നമുക്കറിയാം, കേരളത്തിൽ നടക്കമുള്ള വിത്തുകൾ ബഹിരാകാശത്തെ ഒരു പരീക്ഷണത്തിന് വിധേയമാകുന്നു, അല്ലെങ്കിൽ ആ പരീക്ഷണത്തിൽ നമ്മുടെ കൂടി ഒരു സ്പർശമുണ്ട് എന്നത് മലയാളികളെ സംബന്ധിച്ചും ഏറെ അഭിമാനം ഉള്ള ഒരു കാര്യമാണ്. എന്തായാലും ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ്. സ്പേസ് എക്സ്, ഒപ്പം തന്നെ ആസിയം സ്പേസ്, നാസ, നമ്മുടെ ISRO, അങ്ങനെ വിവിധ ബഹിരാകാശ ഏജൻസികളുടെ ഒരു ഒരുമിച്ചുള്ള അല്ലെങ്കിൽ സംയുക്തമായ ഒരു ബഹിരാകാശ ദൗത്യമാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രാഗൺ ഫാൽക്കൺ റോക്കറ്റിലാണ് ഈ ഡ്രാഗൺ ക്യാപ്സ്യൂളിനെ ആകാശത്തേക്ക് ഉയർത്തിയത്. ആ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഇപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഹാർമണി പോർട്ടിലാണ്. വിവിധ പോർട്ടുകളുണ്ട്, പലതരം മൊഡ്യൂളുകൾ ചേർത്താണ്. അത് റഷ്യയുടെ ഉണ്ട്, അമേരിക്കയുടെ ഉണ്ട്, ചൈനയുടെ ഉണ്ട്. അങ്ങനെ വിവിധ ബഹിരാകാശ ഏജൻസികളുടെ മൊഡ്യൂളുകൾ ചേർന്നാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. അതിൽ ഹാർമണി പോർട്ടിലാണ് ഇതിൻ്റെ ഡോക്കിംഗ് നടക്കുക. അതിലൂടെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ ബഹിരാകാശ യാത്രികർക്ക് കഴിയും. അടുത്തടുത്ത്, ഏകദേശം തൊട്ടടുത്ത്, അല്ലെങ്കിൽ മീറ്ററുകളുടെ മാത്രം അകലത്തിലാണ് ഇപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഒപ്പം തന്നെ ആക്സിയം 4ന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് എത്തിയ ഈ ഡ്രാഗൺ ക്യാപ്സ്യൂളും തമ്മിലുള്ള അകലം ഭൂമിയിൽ നിന്ന് 423 കിലോമീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ സഞ്ചാരം. 26,480 കിലോമീറ്റർ വേഗത്തിൽ ആണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷമാണ് കൃത്യമായി അതിൻ്റെ ഓരോ നടപടികളും കൃത്യമായി പൂർത്തിയാക്കി, സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അടുത്ത നിമിഷത്തിൽ ഇതിൻ്റെ ഡോക്കിംഗ് നടക്കാൻ പോകുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത്രയേറെ മണിക്കൂറുകൾ നീണ്ട യാത്രയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന യാത്രയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ വരും കാലങ്ങളിൽ, അടുത്ത അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ നമ്മൾ ഗഗൻയാൻ അടക്കമുള്ള ദൗത്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെയും ഗഗൻയാൻ്റെയും ഭാഗമായിട്ടുള്ള ആ സഞ്ചാരികളുടെ സംഘത്തിൽപ്പെട്ട ആളാണ് ശുഭാൻശു ശുക്ല. അദ്ദേഹത്തിന് ഇതിലൂടെ നേടാൻ കഴിയുന്ന ഈ അനുഭവ സമ്പത്ത് അത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ ഇന്നലെ ശ്രീ നമ്പി നാരായണനൊക്കെ നമ്മളോട് ഇതിൻ്റെ ഈ വിക്ഷേപണ സമയത്ത് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായി, അല്ലെങ്കിൽ ഇതിൻ്റെ യാത്രാ രീതികളുമൊക്കെയായി ബന്ധപ്പെട്ട് സാങ്കേതികമായി വളരെ വ്യത്യാസങ്ങൾ ISROയുടെ ദൗത്യത്തിനും അല്ലെങ്കിൽ ഈ ദൗത്യത്തിന് തമ്മിലുണ്ട്. പക്ഷേ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന അനുഭവങ്ങൾ, അതായത് ഒരു യാത്രയെ, ബഹിരാകാശ യാത്രയിൽ നേരിടാൻ കഴിയുന്ന, അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന വിവിധ തരം പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതിനെയൊക്കെ എങ്ങനെ കൃത്യമായി മറികടക്കാൻ കഴിയുന്നു, ശാസ്ത്രീയമായി എങ്ങനെ അതിനുള്ള ഓരോ വഴികളും കണ്ടെത്തുന്നു തുടങ്ങിയ അനുഭവങ്ങളുടെ ഒരു വലിയ ലോകമാണ് തീർച്ചയായും ശുഭാൻശു ശുക്ലയ്ക്ക്. ലോകമല്ല, ഒരു പ്രപഞ്ചം തന്നെ ശുഭാൻശു ശുക്ലയുടെ മുന്നിലേക്ക് തുറന്നു കിട്ടുകയാണ്. അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അങ്ങനെ സ്പേസ് എക്സ്, ഒപ്പം തന്നെ ആക്സിയം, നാസ, ISRO ഒക്കെ, അങ്ങനെ വിവിധ രാജ്യങ്ങളുടെ, ഒപ്പം തന്നെ സർക്കാരുകളുടെ, ഓരോ രാജ്യങ്ങളുടെ പൊതുസ്ഥാപനങ്ങളാകട്ടെ, ഒപ്പം തന്നെ സ്വകാര്യ ബഹിരാകാശ ഏജൻസികളും ഒക്കെ ചേർന്നുള്ള അതിവിപുലമായൊരു ബഹിരാകാശ ദൗത്യത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 423 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ ഇപ്പോൾ ഈ ബഹിരാകാശ നിലയവും ഒപ്പം തന്നെ ഡ്രാഗൺ ക്യാപ്സ്യൂളും ഇതാ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നത്.
ഇതാണ് ഈ മൊഡ്യൂളിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്. ഇത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ദൃശ്യമാണ്. ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ നിന്നുള്ള ക്യാമറയിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൊഡ്യൂളിലേക്കാണ്, ഈ ഭാഗത്തേക്കാണ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഇപ്പോൾ ഡോക്ക് ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ ഭാഗത്ത് ഡോക്ക് ചെയ്യുന്നതോടുകൂടി, ഇതുമായി ഘടിപ്പിക്കുന്നതോടുകൂടി ഇതിനുള്ളിലേക്ക് ഈ യാത്രികർക്ക് പ്രവേശിക്കാൻ കഴിയും. നമ്മൾ നേരത്തെ കണ്ടത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഡ്രാഗൺ ക്യാപ്സ്യൂളിൻ്റെയും ഉൾഭാഗത്തുള്ള വിവിധ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സ്പേസ് സ്റ്റേഷന്റെ ദൃശ്യമാണ്. ഡ്രാഗൺ ക്യാപ്സ്യൂളിലെ ക്യാമറയിൽ നിന്ന് പകർത്തപ്പെടുന്ന സ്പേസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുൻപ് ഡ്രാഗൺ ക്യാപ്സ്യൂളിന്റെ അതിന്റെ ഡോർ തുറന്ന്, അതായത് ഡോക്കിങ്ങിന് വേണ്ടിയുള്ള പ്രക്രിയകൾ പൂർത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് ആദ്യം കണ്ടത്. വളരെ കൗതുകകരമായ ദൃശ്യം. ഒരുപക്ഷെ നേരത്തെയുള്ള ഇത്തരം ബഹിരാകാശ ദൗത്യങ്ങളൊന്നും ഇങ്ങനെ ആകാംക്ഷാപൂർവ്വം അല്ലെങ്കിൽ ഇത്രയും തത്സമയ ദൃശ്യങ്ങളോട് കാണാനുള്ളൊരു ഭാഗ്യം പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് മാറ്റപ്പെടുകയാണ്. ഇത് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഉള്ള ദൃശ്യമാണ്. ഡ്രാഗൺ ക്യാപ്സ്യൂളിന്റെ ദൃശ്യം മാറി മാറി കൃത്യമായി ഏജൻസികൾ അതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇതാണ് ഈ ഭാഗമാണ് ഡോക്കിങ്ങിൻ്റെ ഭാഗമായി ഈ സ്പേസ് സ്റ്റേഷനുമായി കൂടിച്ചേരുക അല്ലെങ്കിൽ ഘടിപ്പിക്കപ്പെടുക. തുടർന്ന് ഇതിലൂടെ ഈ ഡോറിലൂടെ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾ. സമയം ഇപ്പോൾ 3:59. അടുത്ത 1-2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ഡോക്കിംഗ് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രൊസീജിയർ ആരംഭിച്ചിട്ട് ഇപ്പോൾ 3 മണിക്കൂർ 56 മിനിറ്റ് പിന്നിടുകയാണ്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട, അതായത് ഡോക്കിംഗ് നടപടികൾ തന്നെ ഏകദേശം ഇപ്പോൾ 4 മണിക്കൂറിനോട് അടുക്കുന്നു. നമുക്കറിയാം ഇന്നലെ ഉച്ചയ്ക്ക് 12:01 ഇന്ത്യ സമയം 12:01 ഈ വിക്ഷേപണം നടക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് ഓരോ ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കി. ശുഭാംശു ശുക്ലയുടെ കുടുംബത്തിൻ്റെ ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടാണ്. ശുഭാംശു ശുക്ലയുടെ മെസ്സേജ് ഈ ബഹിരാകാശ യാത്രയ്ക്കിടെ നമ്മൾ കണ്ടതാണ്. തൻ്റെ ചുമലിലേറുന്ന ത്രിവർണ്ണ പതാക അത് തന്നെ ബോധ്യമുള്ളവനാക്കുന്നു. ഈ ഭാരതീയരെല്ലാം തനിക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഓരോ ഭാരതീയനൊപ്പം തൻ്റെ ഈ യാത്രയുടെ മഹത്വം ഓരോ ഭാരതീയനിലേക്കും പകർന്നെത്തുന്നു. അത് ഇന്ത്യയുടെ ബഹിരാകാശ അല്ലെങ്കിൽ മനുഷ്യ ദൗത്യങ്ങളുടെ തുടക്കമായിട്ടാണ്. ഇത് എൻ്റെ ഒരു യാത്ര മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ മനുഷ്യ പര്യവേഷണങ്ങളുടെ, ബഹിരാകാശ ദൗത്യങ്ങളുടെ തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജയ് ഹിന്ദ്, ജയ് ഭാരത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സന്ദേശം അവസാനിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് ഇങ്ങോട്ട് ഈ യാത്രയുടെ ഗ്രേസ് എന്നാണ് ഈ യാത്രയുടെ പേര്. അതിനെ വിസ്ട്രം ഒക്കെ സൂചിപ്പിക്കുന്ന അരയന്നത്തിൻ്റെ ഒരു ചെറു മാതൃക, ഒരു പാവകണക്കുള്ള മാതൃകയൊക്കെ ഈ ക്യാപ്സ്യൂളിനുള്ളിൽ ഇരുന്നു കൊണ്ട് അവർ അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് മനുഷ്യന്റെ അറിവ് അതിങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രപഞ്ചങ്ങൾക്കപ്പുറത്തേക്ക് ഇനിയുമേറെ അകലങ്ങളിലേക്ക് നമ്മുടെ മനുഷ്യന്റെ കണ്ണുകൾ, കാതുകളൊക്കെ പുതിയ അറിവുകൾ തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു മഹത്തായ പദം തന്നെയാണ് ഈ യാത്രയ്ക്ക് ഗ്രേസ് എന്ന വാക്കിലൂടെ നൽകിയിരിക്കുന്നത്. മനുഷ്യന്റെ അറിവിനെ ഇനിയും അങ്ങ് കൂടുതൽ ആഴങ്ങളിലേക്ക്, കൂടുതൽ പരപ്പ് നേടിയെടുക്കാൻ കഴിയുന്ന യാത്രയുടെ ഭാഗം എന്നാണ് ശുഭാംശു ശുക്ലയും മറ്റു സഹയാത്രികളും. അതിൽ 65 വയസ്സുകാരിയായ ബഹിരാകാശ യാത്രികയുണ്ട്. അവർ ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ചെലവഴിച്ചിട്ടുള്ള അനുഭവ സമ്പത്തുള്ളതാണ്. അപ്പോൾ 65 വയസ്സുവരെയുള്ള ആളുകൾ ഇതിൻ്റെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു. പോളണ്ട്, ഹംഗറി, ഇന്ത്യ, അങ്ങനെ 3 രാജ്യങ്ങളുടെ ബഹിരാകാശ സഞ്ചാരികളാണ് ഈ ദൗത്യത്തിൽ ഭാഗമാകുന്നത്. 2000 മണിക്കൂറിലേറെ യുദ്ധവിമാനങ്ങൾ പറത്തിയ അനുഭവ സമ്പത്തുമായിട്ടാണ് 2019 മുതൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഒരു മഹത്തായ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നത്. ദൃശ്യങ്ങൾ അടുത്തെടുത്ത് വരികയാണ്. സ്പേസ് സ്റ്റേഷനോട് അടുക്കുന്നു. ഇത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ മറ്റൊരു മൊഡ്യൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഡോക്കിംഗ് നടപടികളുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ദൃശ്യങ്ങളിൽ ചില മങ്ങലുകൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാം. 3 മണിക്കൂർ 59 മിനിറ്റ് പിന്നിടുന്നു.